അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട് ബാക്കി കിടക്കണ 17 സീറ്റിൻ്റെ ഇൻറ്റീരിയലാണെങ്കിലും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടീനകത്ത് ഫ്രണ്ടിൽ വരുത്തിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ലൈറ്റ് വർക്ക് കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ 4 ഹെഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറർ BS6 മിററിന് നമ്മൾ ഇൻഡിക്കേറ്ററിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണറ്റുമേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ ഫോർച്യൂണറിൻ്റെ മിറർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബമ്പർ ഓൾറെഡി കാർ ടൈപ്പ് ബമ്പറായിരുന്നു. ആ കാർ ടൈപ്പ് ബമ്പറിന് ലിപ്പ് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലിപ്പും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് 2 എക്സ്ട്രാ ഫോഗ് ലാമ്പ്, അതായത് ബുള്ളറ്റ് ടൈപ്പ് എക്സ്ട്രാ ഫോഗ് ലാമ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ മെയിനായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫുഡ് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ വണ്ടി വരുമ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ വീലാർച്ച് കാര്യങ്ങൾ ഓൾറെഡി വണ്ടിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പുറമേയിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ, അതായത് ഏറ്റവും കൂടിയ ടൈപ്പ് സ്റ്റീലിൻ്റെ, അത് 3 ഇഞ്ച് വട്ടുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് റൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫ്ലാപ്പ് സെറ്റ് പുതിയ മോഡൽ, അതായത് നമ്മുടെ ലേറ്റസ്റ്റ് മോഡലെ ബ്ലാക്ക് ടൈപ്പ് ചെയ്യുന്ന ടൈപ്പ് ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു മാറ്റം വരുത്താനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീൽസാണ്. അപ്പോൾ ആ വീൽസ് കാര്യങ്ങളൊക്കെ നാളെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചേഞ്ച് ചെയ്തതിന് ശേഷം ആ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ ചേർക്കാവുന്നതാണ്. പിന്നെ ഔട്ട് സൈഡിലേക്ക് വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർട്ടനാണ് ചെയ്തിട്ടുള്ളത്. കർട്ടൻ ഇപ്പോൾ നിലവിൽ അതിനകത്ത് ഇട്ടിട്ടില്ല. അഡീഷണൽ കുറച്ച് കഴിയുമ്പോൾ, അതായത് നാളത്തെ ഒരു ചെറിയ രീതിയിലുള്ള വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കർട്ടനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ചെറിയ വർക്കുകൾ കാര്യങ്ങളൊക്കെ ബാലൻസ് ഉണ്ട്. പിന്നെ ഇൻസൈഡിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ലൈറ്റുകൾ, അതുമാതിരി 4 ഹെഡ് ലേസർ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്മോക്കർ കാര്യങ്ങളൊക്കെ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ബാക്ക് സൈഡിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ഡോറ് ചെറിയ രീതിയിലുള്ള ഡെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡെൻറ്റിങ് ചെയ്ത് അതേപോലെ തന്നെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആ റീഫിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലുള്ള വർക്കുകളൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഈ ഒരു ടൈപ്പ് വണ്ടികൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ രജിസ്ട്രേഷൻ വണ്ടികൾ ഒരുപാട് വണ്ടികൾ വർക്കുകൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം തന്നെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.